ഇന്നത്തെ എപ്പിസോഡിൽ അങ്ങനെ ശ്രുതിയോട് പറയാണ്, അങ്ങനെ ഞങ്ങൾ ആരും കസ്റ്റമേഴ്സിൻ്റെ നമ്പർ ആർക്കും കൊടുക്കാറില്ല, അത് ഞങ്ങളുടെ ഒരു പോളിസിയാണെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ എന്ത് പോളിസി? അവളുടെ അച്ഛമ്മ മരിച്ചുപോയി, അതുകൊണ്ടാണ് ഞങ്ങൾ അവളെ ഇതൊന്ന് വേഗം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ചോദിക്കണേന്ന് ഇങ്ങനെ പറയും. അപ്പോൾ അതെന്താ, അപ്പം ഇത്ര നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട് ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നമ്പറൊന്നും ഇല്ലേ ചോദിക്കും. അപ്പോൾ പറയും ആ നമ്പറൊക്കെ ഉണ്ടായിരുന്നു, അത് അവൾ കാനഡയിൽ പോയപ്പോൾ അതൊക്കെ മിസ്സായി പോയതാണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, നിങ്ങളൊന്ന് പറയ് എന്നൊക്കെ പറയും. പറയാം അത് മിസ്സേ അല്ല മാം, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഞങ്ങൾക്ക് നമ്പർ തരാൻ പറ്റില്ല എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ ഇവർ രണ്ടുപേരും തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ വീട്ടിലെത്തിയിട്ട് ശ്രുതി ചോദിക്കും ഇനി എന്ത് ചെയ്യും നമ്മൾ ചോദിക്കുമ്പോൾ, എന്തായാലും ശ്രുതി കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞാൽ, നമുക്ക് എന്തായാലും ഒരു പോലീസിനെയും കൂടി പോയി കണ്ടു നോക്കാം, എന്നിട്ട് അവരെന്താ പറയണമെന്നും കൂടി നമുക്ക് നോക്കി നോക്കാം, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും തീരുമാനം എടുക്കാട്ടാ എന്ന് പറയും. ആ സമയത്ത് ചന്ദ്ര വന്നിട്ട് വാതിലുമ്പോൾ തട്ടുകയാണ്. അപ്പോൾ എന്ത് പറ്റിയമ്മ എന്തേ ചോദിക്കുമ്പോൾ, നമ്മൾക്ക് ഒരു സ്ഥലം വരെ പോവാം, അമ്പലത്തിൽ പോവാന്ന് പറയും. അപ്പോൾ എന്തിനാ ചോദിക്കുമ്പോൾ, ഇത് ശ്രുതിക്ക് വേണ്ടിയിട്ടാ എന്നിങ്ങനെ പറയട്ടോ. അപ്പോൾ ശ്രുതിക്ക് വേണ്ടിയിട്ടോ എന്തിന് ചോദിക്കും. അപ്പോൾ ചന്ദ്ര പറയും നിൻ്റെ അച്ഛനെ പുറത്തിറക്കണ്ടായിരിക്കും, അച്ഛണ്ടെങ്കിലല്ലേ പുറത്തിറങ്ങാന്ന് ഇങ്ങനെ ശ്രുതി ഇങ്ങനെ പറയട്ടോ. അപ്പോൾ നീ എന്താ പറഞ്ഞേ ചോദിക്കും. അല്ല അച്ഛനെ പുറത്തിറക്കണം, ഞാൻ അതിന് വേണ്ടിയിട്ട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയും. അതിന് വേണ്ടിയിട്ടേ ഒരു അമ്പലത്തിൽ പോവാം, അവിടെ പെണ്ണുങ്ങൾ ശയന പ്രദക്ഷിണമൊക്കെ ചെയ്യും, അപ്പോൾ നീ 48 ദിവസം വ്രതമൊക്കെ എടുക്കണം എന്നൊക്കെ പറയട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ആകെ ടെൻഷൻ ആവുകയാണ്. എന്നിട്ട് അപ്പോൾ രേവതിയൊക്കെ പറയും അയ്യോ ശ്രുതി നിനക്ക് കൊണ്ട് പറ്റുമോ അങ്ങനെ വ്രതമൊക്കെ എടുക്കാൻ, വ്രതം എടുത്ത് ഒരു നേരെ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ, അതും വെജ് നോൺ വെജ് ഒന്നും കഴിക്കാൻ പറ്റില്ല, അതൊക്കെ നിന്നെ കൊണ്ട് പറ്റി വയ്ക്കുമ്പോൾ ശ്രുതി പറയും എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നൊക്കെ പറയട്ടോ. അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ.